ധൈര്യത്തിനായി. ഈ പ്രാർത്ഥനയിൽ നമ്മൾ കരുണാമയിയായ പരിശുദ്ധ മാതാവിനോട് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നേരിടാനുള്ള ധൈര്യം അപേക്ഷിക്കുന്നു. മനുഷ്യജീവിതം പലപ്പോഴും അനിശ്ചിതത്വങ്ങളാലും വെല്ലുവിളികളാലും നിറഞ്ഞതാണ്. രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ അലട്ടുകയും ആത്മവിശ്വാസം കുറയ്ക്കുകയും ചെയ്യുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ഭയപ്പെടാതെ മുന്നോട്ടു പോകാൻ നമുക്ക് ദൈവകൃപയാൽ ലഭിക്കുന്ന ധൈര്യം അത്യാവശ്യമാണ്. കരുണാമയിയായ മാതാവേ എന്ന വിളി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹപൂർണമായ മാതൃത്വത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൾ നമ്മുടെ ദുഃഖങ്ങളും ഭയങ്ങളും മനസ്സിലാക്കുന്ന ഒരു അമ്മയാണ്. കാൽവറിയിൽ കുരിശിന് കീഴിൽ നിന്നുകൊണ്ട് തൻ്റെ പുത്രൻ്റെ ദുഃഖം സഹിച്ച മറിയം അത്യന്തം വേദനയുള്ള സാഹചര്യങ്ങളിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച ധൈര്യത്തിൻ്റെ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളും അവളുടെ കൈപിടിച്ച് നടക്കാൻ നമുക്ക് ധൈര്യം ലഭിക്കുന്നു. ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ ഭയപ്പെടാതെ മുന്നോട്ടു പോകാൻ എനിക്ക് ധൈര്യം തരണമേ എന്ന അപേക്ഷ വെറും ഭയം ഇല്ലാതാക്കണമെന്നല്ല, മറിച്ച് വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനുള്ള ആന്തരിക ശക്തി നൽകണമെന്ന പ്രാർത്ഥനയാണ്. ധൈര്യം എന്നത് പ്രശ്നങ്ങൾ ഇല്ലാത്ത അവസ്ഥയല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാനുള്ള മനസാക്ഷിയാണ്. ഈ ധൈര്യം നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സഹായിക്കുന്നു. നിന്റെ പുത്രനായ യേശുവിൽ എൻ്റെ പ്രത്യാശ ഉറപ്പിക്കണമേ എന്ന വരി ഈ പ്രാർത്ഥനയുടെ ഹൃദയമാണ്. യേശുക്രിസ്തുവിലാണ് നമ്മുടെ യഥാർത്ഥ പ്രത്യാശ. ലോകം നമ്മെ നിരാശപ്പെടുത്തുമ്പോഴും മനുഷ്യ സഹായങ്ങൾ പരിമിതമായിരിക്കുമ്പോഴും യേശു നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. അവനിൽ ഉറപ്പുള്ള പ്രത്യാശ വെച്ചാൽ ഏത് ഇരുട്ടിലും വെളിച്ചം കാണാൻ നമുക്ക് കഴിയും. ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് ധൈര്യം നമ്മുടെ സ്വന്തം കഴിവിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന സത്യമാണ്. പരിശുദ്ധ മാതാവിൻ്റെ ഇടപെടലിലൂടെ യേശുവിൽ ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഓരോ ദിവസവും ഭയത്തെ ജയിച്ച് പ്രത്യാശയിൽ വളരാൻ ഈ പ്രാർത്ഥന നമ്മെ നയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.